നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഈ വചനം കേൾക്കുന്ന ഒരാളെങ്കിലും ആത്മീയമായി അനുഗ്രഹിക്കപ്പെട്ടാൽ ഞാൻ കൃതാർത്ഥനായി. ദൈവാത്മാവ് തരുന്ന ചിന്തകൾ ദൈവിക നിയോഗത്തിൽ വ്യക്തിഹൃദയങ്ങളെ പണിയും എന്നുള്ള പൂർണ്ണ നിശ്ചയത്തോടുകൂടെയാണ് ഓരോ സന്ദേശങ്ങളും ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് കൈമാറുന്നത്. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി 2 ശമൂവേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് 2 കാലും മുടന്തായിട്ട് യോനാഥാൻ്റെ ഒരു മകൻ ഉണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. ദാവീദിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പദം ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ എന്നാണ്. തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ദാവീദിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ മനസ്സുപോലെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ദൈവത്തിന് ബോധിച്ച ഒരു പുരുഷനായിരുന്നു ദാവീദ് എന്ന് പറയുന്നത്. പുറത്തുള്ളവരോട് എതിർക്കുമ്പോൾ അകത്ത് നിന്ന് ദുരാത്മബാധിതനായി തന്നെ അപായപ്പെടുത്താനും നശിപ്പിക്കാനും ശ്രമിച്ച ശൗലിനോടുള്ള ബന്ധത്തിൽ ദോഷം ചെയ്യാതെ വണ്ണം ദൈവത്തിന് പ്രവർത്തിക്കാൻ ദാവീദ് ടൈം കൊടുക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും തന്നെ പീഡിപ്പിച്ചിട്ടുള്ള, തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുള്ളവരോടൊക്കെ ദൈവം എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ദൈവത്തിൻ്റെ മനസ്സുപോലെ ദാവീദ് പ്രവർത്തിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ഒരാളെ ശ്രേഷ്ഠനാക്കി മാറ്റുന്നത് പണമല്ല, വിദ്യാഭ്യാസമല്ല, മറിച്ച് സ്വഭാവമാണ്. എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും സ്വഭാവം നല്ലതല്ല എങ്കിൽ ആ വ്യക്തിക്ക് വലിയ പ്രാധാന്യമൊന്നും ദൈവം കൊടുക്കുന്നില്ല. ഒരാളുടെ മഹത്വം സ്വഭാവമാണ്. സ്വഭാവം നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു. പണം നഷ്ടപ്പെട്ടാൽ ചിലതെല്ലാം നഷ്ടപ്പെട്ടു. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ചിലതെല്ലാം നഷ്ടപ്പെട്ടു. സ്വഭാവം നഷ്ടപ്പെട്ടാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തകർച്ചകളാണ് ഉണ്ടാകുന്നത്. ഇവിടെ ദാവീദ് ഇസ്രായേലിലെ സിംഹാസനത്തിൽ സ്ഥിരപ്പെടുകയാണ്. താൻ സ്ഥിരപ്പെട്ടു. താൻ ചെന്ന ഇടങ്ങളിലെല്ലാം ദൈവം ദാവീദിന് ജയം നൽകിയപ്പോൾ താൻ കഴിഞ്ഞ കാലങ്ങളിൽ കഷ്ടതയിലൂടെ കടന്നുപോയതായ വേളയിൽ യോനാഥാൻ ദാവീദുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിരുന്നു. നീ ഇസ്രായേലിൽ രാജാവാകും, അന്ന് ഞാൻ 2ാമനാകും. നീ രാജാവാകുമ്പോൾ ഞാൻ നിന്നോട് കാണിച്ചതിന് തക്കവണ്ണം നീ എന്നോട്, എൻ്റെ കുടുംബത്തോട് ദയ കാണിക്കണം എന്ന് 2 പ്രാവശ്യം യോനാഥാൻ ദാവീദുമായിട്ട് ഉടമ്പടി ചെയ്തു. ഹൃദയതുല്യം ദാവീദിനെ സ്നേഹിച്ചൊരു വ്യക്തിയാണ് യോനാഥാൻ എന്ന് പറയുന്നത്. വളരെ ആഴമായ സ്നേഹബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു. എന്നാൽ ഈ അമാല്യക്കുമായിട്ടുള്ള യുദ്ധത്തിൽ യോനാഥാനും ശൗലും എല്ലാം പട്ടുപോയി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദാവീദിന് ദൈവം നന്മ കൊടുത്തു. ഇസ്രായേലിലെ സിംഹാസനത്തിൽ സ്ഥിരപ്പെടുത്തി. തൻ്റെ എല്ലാ വഴികളിലും ദൈവികമായ കൃപകളും അനുഗ്രഹങ്ങളും ദൈവം ചൊരിഞ്ഞപ്പോൾ യോനാഥാൻ തന്നോട് ചെയ്തതായ ആ ഉടമ്പടി ദാവീദ് ഓർത്തിട്ട് പറയുകയാണ്, ഞാൻ യഹോവയുടെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന്. അപ്പോൾ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ ഗ്രഹത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 2 കാലും മുടന്തനായി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ലോദേബാരിൽ അമ്മിയേലിൻ്റെ ഭവനത്തിൽ ആയിരിക്കുന്ന മെഫീബോശത്തിനെ കുറിച്ചുള്ളതായ കാര്യം ദാവീദ് മനസ്സിലാക്കി. ഏതാണ്ട് 5 വയസ്സുള്ളപ്പോൾ അവൻ്റെ ധാത്രി അവനെ എടുത്തുകൊണ്ട് ഓടിയതായ വേളയിൽ വീണ് കാല് മുടന്തനായി പോയതാണ്. ജന്മം കൊണ്ട് ഉന്നത ശ്രേണിയിലുള്ള കുടുംബത്തിൽ ജനിച്ചതാണ്. എന്നാൽ പിതാക്കന്മാരുടെ വലിയപ്പച്ചൻ്റെ തെറ്റായ പ്രവർത്തികൾ കൊണ്ട് വേണ്ടതുപോലെ അംഗീകാരം ലഭിക്കാതെ രാജാവോ രാജകുമാരനോ ഒക്കെ ആയി ജീവിക്കേണ്ട സ്ഥാനത്ത് ഇന്ന് വലിയ ശ്രേഷ്ഠതകളും കുലമഹിമകളൊക്കെ ഉണ്ടെങ്കിലും അതിന് തക്കവണ്ണമുള്ള ഒരു വളർച്ചയോ വിശാലതയോ ഇല്ലാതെ തകർന്നടിഞ്ഞു കിടക്കുന്ന സ്ഥാനത്ത് നിന്ന് ദൈവത്തിൻ്റെ ദയ കാണിക്കാൻ ദാവീദ് തയ്യാറായപ്പോൾ ഈ മെഫീബോശത്തിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരികയാണ്. ദാവീദ് ദയ കാണിച്ചു, അവനെ വിളിച്ചു വരുത്തി. ചത്ത നായെപ്പോലെയുള്ള അടിയനോട് ഇങ്ങനെ ദയ കാണിക്കുന്നല്ലോ എന്നൊക്കെ ഈ മെഫീബോശത്ത് പറയുന്നുണ്ട്. അവന് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി കൊടുക്കുന്നു. നിത്യം നീ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കണം എന്ന് ദാവീദ് കൽപ്പിക്കുന്നുണ്ട്.
അങ്ങനെ അവൻ്റെ സ്ഥിതികൾക്കെല്ലാം ദൈവം മാറ്റം വരുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ആരുടെയൊക്കെയോ തെറ്റായ പ്രവൃത്തികൾ കൊണ്ട് നിങ്ങളുടെ മാന്യത നഷ്ടപ്പെട്ട, ശ്രേഷ്ഠത നഷ്ടപ്പെട്ട് മങ്ങിയവരായി തകർന്ന അവസ്ഥയിലാണ് ജീവിക്കുന്നെങ്കിലും ദൈവം നമ്മെ ഓർക്കുന്നവനാണ്, ദൈവം നമ്മെ പരിഗണിക്കുന്നവനാണ്, ദൈവം നമ്മോട് കരുതലുള്ളവനാണ്. ഞാൻ ഒരു ദൂതോടെ പറയാണ്, നമ്മുടെ അടുത്ത തലമുറ നമ്മെ ഓർത്ത് സ്തോത്രം ചെയ്യത്തക്ക നിലയിൽ നമ്മുടെ ജീവിതം അവർക്കും ഒരു അനുഗ്രഹമായിരിക്കണം. അവരെയും നമ്മൾ ഓർത്ത് വേണം നമ്മുടെ ഓരോ ജീവിതചര്യകളും നയിക്കുവാനായിട്ട്. അങ്ങനെ ചെയ്താൽ തലമുറകൾ നമ്മെ ഓർത്ത് ഇങ്ങനെ ഒരു അപ്പനെ, ഇങ്ങനെ ഒരു അമ്മയെ ഞങ്ങൾക്ക് ദൈവം തന്നല്ലോ എന്നോർത്ത് മക്കളും നമ്മുടെ കാലശേഷം ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കഴിയും. അതുകൊണ്ട് ജീവനോടെ ഇരിക്കുന്നതായ സമയത്ത് തലമുറകൾക്ക് മാന്യത വരുന്ന, ശ്രേഷ്ഠത വരുന്ന ജീവിതം കാഴ്ചവെക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.